നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഓപ്പറേഷൻ നുംഗൂർ എന്ന പേരിട്ട് നടത്തിയ പരിശോധനയിലാണ് ദുൽഖർ അടക്കമുള്ളവരുടെ പക്കൽ നിന്നും കസ്റ്റംസ് കാറുകൾ പിടികൂടിയത്. ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകനായ ശാന്തപിള്ള ദിനേശ്. സുരേഷ് ഗോപി അടക്കം പ്രതിയായ പോണ്ടിച്ചേരി നികുതി വെട്ടിപ്പ് കേസ് പോലെ തന്നെ ലളിതമായിരിക്കില്ല ദുൽഖർ നേരിടാനിരിക്കുന്ന നടപടിയെന്ന് ശാന്തപിള്ള ദിനേശ് പറയുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. 5 തലമുറയ്ക്ക് തിന്നാനുള്ള കാശ് 2 മക്കൾക്കായി മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ സമ്പാദിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് മട്ടാഞ്ചേരിയിലോ മഞ്ചേരിയിലോ ഒരു കേസില്ലാത്ത വക്കീലായിരുന്നെങ്കിലോ ഒന്നും നടക്കില്ല. മമ്മൂട്ടിയുടെ മകൻ ഇപ്പോൾ 10 തലമുറയ്ക്കുള്ളത് സമ്പാദിക്കുന്നുണ്ട്. 30 കോടി മുടക്കി 250 കോടി നേടുന്ന സിനിമ പോലും ദുൽഖറിനുണ്ട്. ബാപ്പ ഒരു കാർ പ്രേമിയാണ്. പുതിയ കാർ എത്ര കോടിക്കായിറങ്ങിയാലും അദ്ദേഹം സ്വന്തമാക്കും. എന്നിട്ട് 369 എന്ന നമ്പർ ഇടും. കുറച്ചു കാലം ഓടിച്ച് അദ്ദേഹം അത് വിൽക്കും. അത് പറയുന്ന വിലയ്ക്ക് വാങ്ങി ഗമയിൽ കൊണ്ടു നടക്കാൻ പണമുള്ള ചില ചെക്കന്മാർ കേരളത്തിലുമുണ്ട്. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിന് 100 കാറെങ്കിലും വിറ്റിട്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിനൊരു നാണക്കേടാണ്. വീട്ടിൽ ഗ്യാരേജ് പണിതാണ് അദ്ദേഹം കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത്. നിന്ന് പടുക്കുന്ന അപ്പന്റെ മോൻ എന്ന് പടുക്കില്ലെന്ന് ചൊല്ലുണ്ട്. അങ്ങനെ നടന്ന് പടുക്കുകയാണ് മകൻ. വാപ്പയുടെ കാർ പ്രേമം മകനുമുണ്ട്. മൂപ്പരെ വീട്ടിലും ഉണ്ട് ഗ്യാരേജ്. ലൊട്ടിലൊടുക്ക് കന്നഡ ചിത്രങ്ങൾ അത് മലയാളത്തിലാക്കി വിതരണം ചെയ്ത് അരിക്കുള്ള വക ഉണ്ടാക്കുന്ന കുറച്ചാളുകൾ മലയാളത്തിലുണ്ട്. ഇപ്പോൾ അതെല്ലാം വലിയ വിലയ്ക്ക് വാങ്ങി അത് അവതരിപ്പിച്ച് അതിലും കാശുണ്ടാക്കുകയാണ് ദുൽഖർ. ഇത്തരം സിനിമ വാങ്ങി ഡബ്ബ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കുന്ന ഒരു മുതലാളി എന്നോട് പറഞ്ഞത് നമുക്കൊക്കെ വയറ്റിലടിക്കുകയാണ് ഈ ദുൽഖർ എന്ന്. അയാളും മമ്മൂട്ടിയും കൂടി എത്രായിരം കോടി ഉണ്ടാക്കിയിരിക്കും. അവരിപ്പോൾ നമ്മുടെ വയറ്റത്തടിക്കുകയാണെന്ന്. പൈസ വന്ന് കയറുമ്പോൾ ഏതൊക്കെ വഴിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്ന ആക്രാന്തം കൊണ്ടായിരിക്കും. ബാംബെക്കാൾ വലിയ ബ്രാൻഡ് അംബാസഡറാണ് ദുൽഖർ ഇപ്പോൾ. പല ഉദ്ഘാടനങ്ങളും ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്. യൂസഫലിയേക്കാൾ വലിയ പണക്കാരനാകാം എന്ന് ഉണ്ടാകാം. ആവട്ടെ, 1500 കോടിയൊക്കെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. എന്നാൽ ദുൽഖറിനോട് ഒരു കാര്യമേ പറയാനുണ്ട്. 2 കാറിൽ ദുൽഖറിന് ഒരുമിച്ച് യാത്ര ചെയ്യാനാകില്ല. ഗാരേജിൽ 50 കാർ വാങ്ങിയിട്ടും എല്ലായിടത്തും ഒരുമിച്ച് പോകാൻ പറ്റുമോ? നടൻ സൂര്യ ചെയ്യുന്നതുപോലെ സക്കാത്ത് ചെയ്യണമെന്നും 5 നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യുന്നുണ്ടെന്നില്ല. സിനിമ കൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന പാത്രത്തിൽ കൈയിട്ട് വാരാതിരുന്നാൽ മതി. ഭൂട്ടാനിൽ നിന്ന് വലിയ വിലയുള്ള ആഡംബര കാറുകൾ നിസ്സാര വിലയ്ക്ക് ഏജന്റുമാർ വഴി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയും ഇപ്പോൾ അതിന് കടുത്ത നടപടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ദുൽഖർ ഇടപിടിച്ചിരിക്കുന്നത് സങ്കടകരമാണ്.